നല്ല ഉച്ച സമയത്ത് എവിടെ പോയി ഫുഡ് കഴിക്കുന്ന ആലോചിച്ചപ്പോഴാണ് ഞാൻ ഒരുപാട് നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലത്തിനെ കുറിച്ച് ഓർമ്മ വന്നത്. സമയം 2:30 കഴിഞ്ഞു കേട്ടോ. ചോറ് തീർന്നാണോ എന്നൊന്നും അറിയില്ല, എന്നാലും ഞങ്ങൾ അങ്ങോട്ട് വെച്ച് പിടിക്കാം. നിങ്ങൾ കോഴിക്കോടുകാരാണെങ്കിൽ ഏകദേശം ഈ ഒരു സ്ഥലം കാണുമ്പോൾ പിടികിട്ടുന്നുണ്ടാവും. ഇന്ന് ഞാനും പ്രജീഷേട്ടനും കൂടെയാണ് പോകുന്നത്. നമ്മുടെ കൂടെ ഫുഡ് അടിക്കാനാണേലും ഒരു ചായ കുടിക്കാനാണേലും ഒക്കെ കട്ടയ്ക്ക് നിൽക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ടാവില്ലേ, അതുപോലൊരാളാണ് കേട്ടോ ഇത്. ഫുഡ് അടിക്കാൻ മാത്രമല്ല, നമുക്കൊരു പ്രശ്നം വന്നാലും കട്ടയ്ക്ക് നിൽക്കുന്ന ആൾ തന്നെയാണ്. എൻ്റെ കൊളീഗാണ്. എൻ്റെ കൊളീഗ് മാത്രമല്ല, ബ്രദറും കൂടെയാണ് കേട്ടോ ഇത്. ഞങ്ങളങ്ങനെ സ്ഥലത്തെത്തി. വന്ന സ്ഥലം അടിപൊളിയാണേലും വന്ന സമയം അത്ര നല്ലതല്ല. ചോറൊക്കെ തീർന്നു പോയി, അവർ കട അടയ്ക്കാറായെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഉള്ള സാധനം പോരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ബീഫ് എരുന്തൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ബീഫ് എരുന്തും നല്ല അപ്പവും പത്തിരിയൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ അതെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. സ്ഥലമൊക്കെ ആണെങ്കിൽ നല്ല നീറ്റും നല്ല വൃത്തിയും ഒക്കെ ഉള്ളൊരു സ്ഥലം. ഇത് ബീഫ് അടിപൊളിയാണ്. 2 പേർക്ക് കഴിക്കാനുള്ള നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഓവർ എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ചില സ്ഥലത്ത് ബീഫ് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എരിവായിട്ട് തോന്നും, പക്ഷെ ഇത് നല്ല കറക്റ്റായിരുന്നു കേട്ടോ. എരുന്നാണെങ്കിൽ നല്ല പെപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മസാല കൂട്ടാണ്. അങ്ങനെ ബീഫ് സ്റ്റൂവും കൂടെ കിട്ടി, അതും ട്രൈ ചെയ്തു. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോ കോംപ്രമൈസ്. നല്ല ക്വാളിറ്റി, നല്ല വൃത്തി, നല്ല ഫുഡ്, നല്ല ആൾക്കാരൊക്കെ. അങ്ങനെ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ലെങ്കിലും ഒരു കൊച്ചു കടയാണ് കേട്ടോ ഇത്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡിൻ്റെ ബില്ല് വന്നപ്പോഴും നല്ല അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയും കഴിച്ചിട്ട് 250 രൂപ ഞങ്ങൾക്കായിട്ടുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങി. സ്ഥലം മറ്റെവിടെയല്ല, നമ്മളെ കോഴിക്കോട് മണാലിയുള്ള ഹോട്ടൽ ആദർശാണ്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ഹോട്ടൽ ആദർശിനെ കുറിച്ച്. അങ്ങനെ കേട്ട എൻ്റെ ഒരു ലിസ്റ്റിലുള്ള പേരാണിത്, ഹോട്ടൽ ആദർശ്. അങ്ങനെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു. ഇവിടെ വന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചൊരു കാര്യം, എന്തായാലും ഒരു ദിവസം രാവിലെ വരണം എന്നാണ് കേട്ടോ. ഇതേ മണാലി റോഡിന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് കേട്ടോ ഇത്. തിരിച്ചു വരുന്ന വഴുതി ഒരു അമ്പലക്കുളം കണ്ടു. നോക്കി, വെള്ളമൊക്കെ നിറഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ആദർശ് ഹോട്ടലിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് കൂടെ പറയണം. ഇനി പോകുമ്പോൾ അതോടെ ട്രൈ ചെയ്യാലോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതേ പോവാണ്. ഓക്കെ, ബൈ, സീ യു.